ഇക്ബാൽ അറക്കൽ, മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 19 നമ്പർ ബൂത്തിൽ ഇപ്പോൾ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഇക്ബാൽ? സുജിയ, 3 മണി മുതൽ എനിക്ക് ഒപ്പമുള്ള ഈ കാണുന്ന ഈ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 19 നമ്പർ ബൂത്തിലാണ് ഇവരെല്ലാവർക്കും വോട്ട് ഉള്ളത്. ഏകദേശം 2.5 മണിക്കൂർ പിന്നിടുന്നു, പക്ഷേ ഇവർക്ക് ആർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ലഭ്യമാവുന്ന വിവരപ്രകാരം ഈ 19 നമ്പർ ബൂത്തിലെ EVM മെഷീന് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ടെക്നീഷ്യന്മാരെത്തി നിലവിൽ ഈ മെഷീന്റെ തകരാറ് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചേച്ചി, എത്ര മണിക്ക് എത്തിയത് അവിടെ? 3 മണിക്ക്. എന്താ പറയുന്നവര്? മെഷീൻ കംപ്ലൈൻ്റ് ആണെന്നാണ് ആദ്യം പറഞ്ഞത്. അതിന് മുൻപും കുറേ സ്ലോ തന്നെയായിരുന്നു, പക്ഷേ പിന്നീട് മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കുറേ നേരമായി നിൽക്കുന്നത്. സുജിയ, ഇവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങളുമായി ഉൾപ്പെടെ നിരവധി അമ്മമാരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത്. ഇവരെല്ലാവരും ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ്. എത്ര മണിക്ക് എത്തിയേച്ചി ഇവിടെ? ഞാൻ 5 മണിയാകുമ്പോൾ എത്തിയതാണ്. ഇത്രയും നേരം കുട്ടികളെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ എത്ര മണിക്ക് എത്തിയേട്ടാ? വോട്ട് ചെയ്യാൻ എത്ര മണിക്ക് എത്തിയാ? 3 മണിക്ക് വന്നാ. ഈ 2.5 മണിക്കൂറായിട്ട് വോട്ട് ചെയ്യാൻ പറ്റി? അതേ സമയം തന്നെ 3 മണിക്ക് വന്നു. ഇത്ര നേരം 2 മണിക്കൂർ കഴിഞ്ഞു. 2-2.5 മണിക്കൂർ. നല്ല ചൂടുമാണ്. ഈ ചൂടത്താണ് ഇവിടെ എത്ര നേരം കാത്തത്. അതെ, ഈ 3 മണിക്ക് വന്നത് ആ നേരത്തെ ക്യൂ കുറവാണെന്ന രീതിയിൽ വോട്ട് ചെയ്ത് പോകാന്ന് വിചാരിച്ചു വന്നാണ്. എങ്ങനെ ക്യൂ കുറവ്, തിരക്ക് കുറവായിരിക്കും വിചാരിച്ചു? അതെ, ചൂട് കൊണ്ടും ലെസ് തിരക്ക് കുറവായും കിട്ടുമെന്നുള്ള വരുന്നതാണ്. നിലവിൽ ഈ ടെക്നീഷ്യന്മാരെ എത്തിച്ചുകൊണ്ട് ഈ മെഷീന്റെ തകരാറ് പരിഹരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റിനകം തന്നെ ഈ ഒരു തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത്. നിലവിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പോളിംഗ് സ്റ്റേഷനിലെത്തി ഈ മെഷീൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷമായിരിക്കും ഈ മെഷീൻ അറിയേണ്ടത്. ഈ താമസം എന്ന് പറയുന്നത് ഒരിടത്തല്ല, രണ്ടിടത്തല്ല, പലയിടത്തുണ്ടാകുന്നുണ്ട്. എന്താണെന്ന് കണ്ടെത്തി പെട്ടെന്ന് പരിഹരിക്കാതെ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരാശരി ഒരു 3 മിനിറ്റോളം എടുത്താൽ പോലും അരമണിക്കൂറിൽ 10 പേർക്ക് വോട്ട് ചെയ്ത് പുറത്തു വരാൻ കഴിയത്തുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വരെ വോട്ട് ചെയ്യും. എത്ര സമയം വരെ ഇത് നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇക്ബാൽ അറക്കൽ, അവിടെ ഏകദേശം ഒരു 100ഓളം ആളുകൾ, 100-150ഓളം ആളുകൾ ആ ക്യൂവിൽ തന്നെ ഇല്ലേ? അരുൺകുമാർ, ഏകദേശം ഈ 200-ലധികം ആളുകൾ ഇപ്പോഴും ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുണ്ട്. സാർ, ഇപ്പോൾ 200-300 ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട്. ഏകദേശം എത്ര മണിയെടുക്കും ഇവർക്കെല്ലാം വോട്ട് ചെയ്ത്? നമുക്കതിപ്പോൾ പറയാൻ പറ്റില്ല, ടെക്നിക്കലായിട്ടുള്ളതാണ്. പക്ഷേ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. 6 മണി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്രമീകരണം? ടോക്കൺ കൊടുക്കും. 6 മണി കഴിഞ്ഞാൽ ഉടനെ തന്നെ വരിയിൽ ഏറ്റവും ലാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കനുസരിച്ച്. അരുൺകുമാർ, അതാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. നിലവിൽ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ടോക്കൺ നൽകും. ഇതിനുശേഷം ഏകദേശം 6 മണിക്ക് ശേഷം എത്തുന്ന ആളുകൾക്ക് ടോക്കൺ ലഭിക്കില്ല. 6 മണി വരെ എത്തുന്ന ആളുകൾക്കായിരിക്കും ടോക്കൺ ലഭിക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ വലിയ രീതിയിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം മണിക്കൂറുകളായി, ഏകദേശം 2.5-3 മണിക്കൂറുകളായി ഇവിടെ ഈ പോളിംഗ് തടസ്സപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത് ഉടൻ തന്നെ തുടങ്ങാം, പക്ഷേ സമയം വഴുകും. എല്ലാവർക്കും ഇനി 8 മണി പറയുന്നത്. നമ്മൾ 3 മണി തൊട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും സമയം കഴിയുന്നതോടെ ഇത്രയും പേര് 3 മണി മുതൽ പറയുന്നത് ഇപ്പോൾ ശരിയാവുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ശരിയെന്ന് അവർ പറയണു. പക്ഷേ ഇത് ഇനിയും 8 മണി ആ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്തായാലും വോട്ട് ചെയ്തേ മടങ്ങുള്ളൂ. അതത്രേ ഉള്ളൂ. എന്തായാലും ഒരു നിലയ്ക്ക് ഒരു വോട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ലേ. അതുകൊണ്ട് വോട്ട് ചെയ്തിട്ട് മടങ്ങാൻ പറ്റുള്ളൂ. രാവിലെ ഇതേപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. രാവിലെ ഇതേമാതിരി വന്ന് മണിക്കൂർ കണക്ക് നിന്നിട്ട് പോയിട്ടുണ്ട്. അരുൺകുമാർ, അതായത് ഇവരെല്ലാവരും വ്യക്തമാക്കുന്നൊരു കാര്യം, രാവിലെ മുതൽ തന്നെ ഈ മെഷീനിൽ അല്ലെങ്കിൽ ഈ പോളിംഗ് ബൂത്തിലെ മെഷീന് തകരാറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പരിഹരിക്കാൻ കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പോളിംഗ് അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയും വീണ്ടും ഇത്തരത്തിൽ ഇവരെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി നൽകുമെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 6 മണി വരെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും, 6 മണിക്ക് ശേഷം എത്തുന്ന ആർക്കുമില്ല, 6 മണി വരെ ഇവിടെ ആരൊക്കെ ക്യൂവിലുണ്ടോ അവർക്കെല്ലാവർക്കും കൃത്യമായി ടോക്കൺ നൽകും. പോളിംഗ് എത്ര സമയം നീണ്ടാലും ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്ബാൽ അറക്കലാണ് ഇപ്പോൾ മുണ്ടൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോളിംഗ് യന്ത്രം പ്രവർത്തനം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പോളിംഗ് നീണ്ടു പോകുന്നത്. 180-200ഓളം ആളുകൾ ഇപ്പോഴും പോളിംഗിനായി നിരയിൽ തന്നെയുണ്ട്. നമുക്ക് VS രഞ്ജിത്തിലേക്ക് ഒന്ന് പോകാം. അതെ, ഈ പോസ്റ്റ് ബട്ടൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഈ ബൂത്തുകളിൽ ഇനിയും സമയം കൂട്ടി